ബ്രേക്കിംഗ് ന്യൂസ്. മന്ത്രി കെ.ടി. ജലീൽ രാജിവെച്ചിരിക്കുന്നു. കെ.ടി. ജലീലും പി.കെ. ഫിറോസും ഇവർ തമ്മിൽ ഒരു യുദ്ധം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അതിനു മുൻപൊരു യുദ്ധം നടന്നിരുന്നു. അതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ.ടി. ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇപ്പം കെ.ടി. ജലീലായിട്ടാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ ഒരു യുദ്ധം എങ്ങനെ അവസാനിക്കും, കെ.ടി. ജലീലിനാണോ പരിക്ക് പറ്റുക, അതല്ലെങ്കിൽ പി.കെ. ഫിറോസിനാണോ പരിക്ക് പറ്റുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കെ.ടി. ജലീലാണ് ആരോപണങ്ങൾ പി.കെ. ഫിറോസിനെതിരായിട്ട് ആദ്യമായിട്ട് ഉന്നയിച്ചു തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് പി.കെ. ഫിറോസ് അത് ഏറ്റെടുത്തു. ഇന്നലെ പി.കെ. ഫിറോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സീസൺ 1, സീസൺ 2 ലോഡിംഗ്. നാളെ 3 മണിക്ക് തിരൂരിലെ മലയാളം സർവകലാശാലക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ. വീഡിയോ കോർട്ടിസി ഏഷ്യാനെറ്റ് ന്യൂസ്, സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കണ്ടു നോക്കാം. 2018 നവംബർ 2 യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് ഒരു ബോംബ് പൊട്ടിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ.ടി. ജലീൽ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് തൻ്റെ ബന്ധുവിന് കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി ജോലി നൽകിയിരിക്കുകയാണ്. ജലീൽ സാഹിബേ, ചക്കൻ എന്തെല്ലോ പറയുന്നല്ലോ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ 10 വർഷത്തിലധികം സേവനം ചെയ്യുന്ന ഒരാളെ അയാളെ തന്നാൽ പിന്നെന്താ അയാളെ നിയമിക്കുന്നതിൽ എന്താ തെറ്റെന്താണ്? 2013 നിലവിലുണ്ടായിരുന്ന വിജ്ഞാപന പ്രകാരം പറയുന്നത് ഗ്രാജുവേറ്റ് വിത്ത് MBA, പ്രിഫറബിളി സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ഓർ CS/CA/ICWAI വിത്ത് 3 year എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. ഫിറോസ്ക ഇപ്പൊ പറഞ്ഞ യോഗ്യതയില്ലേ, അത് അദീബിനില്ല. പക്ഷെ അദീബിനെ നിയമിക്കണമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നാ 25/8/2016 ഇറക്കിയ ഉത്തരവ് പ്രകാരം അതിൽ പറയുന്നത് ബിരുദവും MBA ഓർ ബിടെക്കും PGDBA. ഈ ബിടെക്കും PGDBAയുമാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പൊ ബിടെക്കും PGDBA എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നിയമിക്കണമെന്ന ഉദ്ദേശത്തിൽ ആ യോഗ്യത ഇതിനകത്ത് ചേർക്കുകയായിരുന്നു. ബിടെക് എന്താ ചെറിയ ടെക്ക? IAS-കാരില് മഹാഭൂരിഭാഗവും ഇപ്പോ ബിടെക്കുകാരാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ബിടെക്കുകാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതെന്തൊരു നന്മയുള്ള ലോകമാണ്. അപ്പൊ ഒരേ ഒരാളെ ഉള്ളൂ ഇപ്പോ. ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിലെന്നല്ല, ലോകത്തിൽ തന്നെ ഈ യോഗ്യതയുള്ള ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നുള്ളൂ. അത് കൊച്ചാപ്പാന്റെ മോനായ അദീബാണ്. ബന്ധു, പിതൃ സഹോദരന്റെ പുത്രന്റെ പുത്രൻ. സഖാവേ, ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സഖാവേ. ന്യായീകരിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ? കുറച്ചു മതി. ഈ പോസ്റ്റിൽ വരുമ്പോൾ ആരും ഒരു 8,000-10,000 രൂപ കുറച്ച് ഇതിൽ വരാൻ വേണ്ടി താല്പര്യപ്പെടില്ല. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അതിന്. കൊച്ചാപ്പക്ക് വേണ്ടി ഓൻ എന്തെല്ലാം ത്യാഗാന്ന് സഹിച്ച്. എന്റെ ബന്ധുവിന് പിന്നെ ഒരു ആനുകൂല്യം കിട്ടണ്ടെന്നാണ്. സാഹിബേ, ഫിറോസ് വിടുന്ന ലക്ഷണം കാണുന്നില്ല കേട്ടോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ പരിഗണിക്കാം. ഫിറോസിനോടൊന്നുമില്ല, സാഹിബിനോട് മുട്ടണമെങ്കിലേ വലിയ ആള് വരണം. അപ്പൊ നമുക്ക് സഭയിലോട്ട് പോവാം. എന്തെങ്കിലും അന്യായമോ അഴിമതിയോ അവരോട് ആരോടെങ്കിലും ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാകും. മറിച്ചൊരനുഭവം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായി എന്ന് വസ്തുതാപരമായി തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും. എന്റെ പൊന്നു കൊച്ചപ്പല സഖാവേ, നിങ്ങൾ എന്തിനാണ് പിന്നെ ആ ചെറുപ്പക്കാരനെ രാജിവെപ്പിച്ച്? ബന്ധു നിയമനത്തിൽ കെ.ടി. ജലീൽ കുറ്റക്കാരനെന്ന് ലോകായുക്ത. ജലീൽ സ്വജന പക്ഷപാതിത്വം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും വിധി. മുഖ്യമന്ത്രി യുക്തമായ നടപടിയെടുക്കണമെന്നും ലോകായുക്ത. ഇല്ല കേട്ടോ, രാജിവെക്കൂല. രാജിവെക്കോ? ഇപ്പൊ യൂത്ത് ലീഗും പറയുന്നത് ഞാൻ രാജിവെക്കണമെന്നാണ്. ഞാൻ രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാലക്കാട്ടിൽ നിന്നല്ല. മന്ത്രിയായല്ല ഞാൻ. എന്നെ മന്ത്രിയാക്കിയത് കണ്ട രോമാഞ്ചം കണ്ട എന്താ പ്രസംഗം.
ബ്രേക്കിംഗ് ന്യൂസ്. മന്ത്രി KT ജലീൽ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ശീതൽ 2.5 വർഷത്തോളം നീണ്ട ബന്ധു നിയമന വിവാദത്തിനൊടുവിലാണ് സർക്കാർ പടിയിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മന്ത്രി KT ജലീലിന്റെ രാജി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കഴിയുമോ? നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ ശരി. അപ്പം അങ്ങനെയാണ് KT ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. PK ഫിറോസ് ആദ്യമായിട്ട് KT ജലീലിന് എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. ആ ആക്ഷനിൽ KT ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ KT ജലീലാണ് ആദ്യമായിട്ട് ആക്ഷൻ എടുത്തത്. അതുകൊണ്ട് PK ഫിറോസിന് എന്താണ് നഷ്ടമാകുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി KT ജലീലിനാണോ വീണ്ടും നഷ്ടം വരിക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. കാരണം മലയാളം സർവകലാശാലയിലേക്ക് PK ഫിറോസ് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും KT ജലീലിന് MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. പിന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ CPM ഒരു സീറ്റ് കൊടുക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഏതായാലും PK ഫിറോസിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ട ഉടനെ KT ജലീൽ മറ്റൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ KT ജലീൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് 2 മണിക്കൂർ മുൻപ് ഇട്ട പോസ്റ്റാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: ദുബായ് മാസപ്പടിക്കു ശേഷം സീൻ 2, ഫണ്ട് മുക്കിയുടെ ബ്ലൂഫിൻ ഇടപാടുകൾ. മലയാളം സർവകലാശാലയുടെ ഭൂമി സന്ദർശനം കഴിഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ ഫണ്ട് മുക്കി PK ഫിറോസ് എന്നല്ല എഴുതിയിട്ടുള്ളത്, അക്ഷരത്തെറ്റുണ്ട്. അദ്ദേഹം ചരിത്രാധ്യാപകനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, പക്ഷേ അക്ഷരത്തെറ്റുണ്ട്. ഇത് 2 വട്ടം എഡിറ്റ് ചെയ്തതിന് ശേഷം അക്ഷരത്തെറ്റ് മാറിയിട്ടില്ല എന്നാണ് കമൻറ്റിലൊക്കെ കാണിക്കുന്നത്. ഏതായാലും അതിലിങ്ങനെയാണ് പറയുന്നത്: മലയാളം സർവകലാശാലയുടെ ഭൂമി സന്ദർശനം കഴിഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ ഫണ്ട് മുക്കി PK ഫോറസ് ഇമേജിൽ കൊടുത്തിരിക്കുന്ന ദുബായിലെ ബ്ലൂഫിൻ ടൂറിസം LLC എന്ന കമ്പനിയിൽ തനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്ന കാര്യവും കൂടി പറയാൻ മറക്കരുത്. ഫണ്ട് മുക്കിയുടെ പത്രസമ്മേളനത്തിനു ശേഷം ഈ വിനീതനും വൈകുന്നേരം 5 മണിക്ക് തിരൂർ PWD റെസ്റ്റ് ഹൗസ് കോമ്പൗണ്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹവും ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിന് ശബ്ദം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലൂഫിൻ കമ്പനിയുടെ ഒരു ഓഫീസാണ്. ഓഫീസിലെ പല റൂമുകളും കാണിക്കുന്നുണ്ട്. അതിൽ മാനേജിംഗ് ഡയറക്ടറുടെ MDയുടെ റൂമിൽ PK ഫിറോസ് ഇരിക്കുന്നതായിട്ട് ഏരോ മാർക്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതാണ് KT ജലീലിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായിരുന്നാലും തർക്കവും യുദ്ധവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KT ജലീലും PK ഫിറോസും കട്ടക്ക് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ഇത് നമ്മൾ കണ്ടറിയണം. ഇത് വിജയിക്കുന്ന ആരാണോ ആ ആളുകളായിരിക്കും ഭാവിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു ഹീറോ ആയിട്ട് അറിയപ്പെടുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻപ് KT ജലീലിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് KT ജലീൽ വിജയിച്ചു വന്നിട്ടുണ്ട്. KT ജലീൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ആ ആരോപണത്തിന് ഒരു കഴമ്പുമില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ KT ജലീലിനെതിരിൽ PK ഫിറോസ് കൊണ്ടുവന്നിട്ടുള്ള ആരോപണം കൃത്യമായിരുന്നു. നിയമത്തിനും നീതിക്കും നിരക്കാത്ത കാര്യം KT ജലീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് KT ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ KT ജലീലിനെതിരിൽ PK ഫിറോസ് മലയാളം സർവകലാശാലയുടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, ഭൂമി സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അതിൽ KT ജലീൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അഴിമതി കാണിച്ചിട്ടുണ്ട്. ആ അഴിമതി പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ KT ജലീൽ PK ഫിറോസിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരികയാണെന്നാണ് PK ഫിറോസ് മുൻപ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും KT ജലീൽ അവിടെ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ, കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ KT ജലീലിന് MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.